ആദരവായ നബിയുനാ റസൂലുള്ളാഹി സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി മൽഹറത്തല്ലതമായ നബിയുനാ മുഹമ്മദ് മുസ്തഫ മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത ലോകത്തിന്റെ തിരുദൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീടിന്റെ അകത്തട്ടിൽ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട്, വീടിന്റെ ഉള്ളിൽ ഒരുപാട് ഒച്ച വെക്കാറുണ്ട്, മക്കളോട് സംസാരിക്കാറുണ്ട്, ഭാര്യയോട് ശബ്ദമുയർത്തിയിട്ട് സംസാരിക്കാറുണ്ട്. ഇവിടെ ഈ മജ്ലിസിൽ നമ്മുടെ ശബ്ദം കൊടുക്കേണ്ടുന്നത് നമ്മൾ ഇവിടെ ഇരിക്കാൻ തന്നെ കാരണക്കാരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും കൂടെ നിങ്ങൾ ബുദ്ധിമുട്ടരുത്, കാരണം ഇത് ഇഷ്കിന്റെ മജ്ലിസാൻ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏറ്റവും നല്ല സന്തോഷത്തിലാണ്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുഴുവനും ഇവിടെ ഇരിക്കുന്നവര് മുഴുവനും എല്ലാ ചിന്തകളും മാറ്റിവെക്കുക, എല്ലാ ചിന്തകളും എല്ലാവരും മാറ്റിവെക്കുക. ഒരു സെക്കൻഡ് ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് കണ്ണടച്ചു പിടിച്ച് എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കണ്ണടച്ചു പിടിക്കും, ഞാൻ ഉൾപ്പെടെ. ഇനി നമ്മൾ ഉള്ളത് മദീനയിലാണ്. നമ്മൾ മദീന എന്ന് കാണുക നമ്മുടെ മനസ്സിൽ. അള്ളാന്റെ ഹബീബ് ലോകത്തിന്റെ തിരുദൂതരുടെ ആ വെള്ളക്കൊട്ടാരത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹബീബിന്റെ മജ്ലിസിലാണ്. ആയിരക്കണക്കല്ല ലക്ഷക്കണക്കാന ആളുകൾ മദീനയിലൂടെ നടക്കുന്നത് നമ്മളൊന്ന് സങ്കല്പിക്കുക. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ഖൽബ് കൊണ്ടൊന്ന് സങ്കല്പിക്കുക. എല്ലാവരും കണ്ണടച്ചു പിടിച്ച് മദീന ഒന്ന് കാണ്. അല്ലാഹുവേ, ഷമീർ ദാരിമിയും നിങ്ങളെല്ലാവരും ഇപ്പം നിൽക്കുന്നത് മദീനയുടെ കവാടത്തിലാണ്. നമ്മളെല്ലാവരും മദീനത്തേക്ക് വന്നിട്ടുണ്ട്. ആ മദീനത്ത് നമ്മൾ നടക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്റെ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും നടന്ന് നടന്ന് കടന്നു വരുന്നത് സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ വെള്ളക്കൊട്ടാരത്തിന്റെ ചാരത്തുകൂടെ നമ്മൾ നടക്കുകയാണ്. ഞാനും ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരും എന്റെ ചെറുപ്പക്കാരും എന്റെ ഉമ്മമാരും എല്ലാവരും നടന്ന് നടന്ന് നമ്മൾ വന്നു നിൽക്കുന്നു. എവിടെ? ഹബീബിന്റെ പച്ചക്കുബ്ബയുടെ താഴെയാ. നിങ്ങളെല്ലാവരും അവിടെയാണെന്നൊന്ന് സങ്കല്പിക്ക്. എത്രയോ കാണാൻ കൊതിച്ചു പോയ മദീന, എത്രയോ കേട്ടുപോയ മദീന, എത്രയോ പറഞ്ഞു പോയ മദീന, എത്രയോ ഫോട്ടോകളിൽ കണ്ടുപോയ മദീന. ആ പരിശുദ്ധമായ മദീനയുടെ ചാരത്താ നമ്മളുള്ളത്. ഇഷ്ടം മദീന, എന്നിഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. ഇഷ്ടം മദീന, എന്നിഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. മോഹം മദീന, മഹബൂബിൽ മദീന, അനുരാഗം മദീന, കനിവേറും മദീന. തിരുനൂറെ കാണാത്ത കണ്ണന്തിന, ആ സ്വരം കേൾക്കാത്ത കാദന്തിന. തിരുപാദമേറ്റ മന്ദരിയാകാൻ കഴിയാത്ത ഇവനം ഒരു ഹതഭാഗ്യന. ആരും കണ്ണു തുറക്കരുത്. നമ്മളെല്ലാവരും മദീനയുടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുബ്ബയുടെ ചോട്ടില് നമ്മളെല്ലാവരും നിൽക്കുകയാണ്. എല്ലാവരും ഒന്ന് ഉറക്ക കണ്ണടച്ചു പിടിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ കുബ്ബയുടെ ചാരയാ നമ്മൾ നിൽക്കുന്നതെന്നൊന്ന് കാണുക. എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുമോ? ചൊല്ലിക്കോ സഹോദരങ്ങളെ. അസ്സലാത്തു. എല്ലാവരും ഉറക്ക ചൊല്ല്. അസ്സലാത്തു. ഉറക്കെ അസ്സലാത്തു. വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, നമ്മളുള്ളത് മദീനയുടെ ചാരത്താണ്. ആ മദീനത്ത് കിടക്കുന്നത് ലോകത്തിന്റെ തിരുദൂതരാണ്. നിങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്ന ആ ഒരു രംഗമൊന്ന് ചിന്തിക്കും. ഒരുപാട് പാപത്തിന്റെ കറകളേറി കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൽബുകൊണ്ട് ആയിരക്കണക്കാന പാപങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെന്നു നിൽക്കുന്നത് എവിടെയാണ്? നമുക്ക് വേണ്ടി ശഫാഅത്ത് പറയുന്ന അശ്ശഫാഅത്ത് ഹബ്ലനാ ഫിൽ മുഷ്ഫിഖ വഗ്ലനാ ഇന്നാ യാ സയ്യിദി
ഖൈറൻ നബി, ആകപ്പാടുള്ള ഷഫാഅത്തിന്റെ ഉടമസ്ഥരായ മദീനയുടെ മണിമുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ച കുപ്പയുടെ ചാര ചെന്ന് നിൽക്കുകയാണ്. എല്ലാവരും മനസ്സുകൊണ്ട് കരുതണം, യാ റസൂലല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ മദീനയുടെ ചാരത്ത് മനസ്സുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് തെറ്റു ചെയ്തവരാണ്, ഒരുപാട് തിന്മയിലൂടെ കടന്നു പോയവരാണ്. റസൂലേ, അവിടുന്ന് പറഞ്ഞതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ നബിയേ, അവിടുന്ന് പറഞ്ഞതൊന്നും ഞങ്ങൾ അനുസരണയിലേക്ക് വന്നിട്ടില്ലല്ലോ നബിയേ, മാപ്പാക്കണേ റസൂലല്ലാഹ്, മാപ്പാക്കണേ ഹബീബല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മദീനയുടെ ചാരയാട്. അവിടെ നിങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ കാണുന്നത് ആരയാട്? മണിമുത്തേ മദീനയിലാണേ, മന്ദാര ചെപ്പിന്നഴകാണേ. റസൂലുള്ളാഹിന്റെ വീട്, മുസ്തഫ നബി തങ്ങളുടെ പച്ചക്കുപ്പ, അതിന്റെ അരികത്ത് നമ്മൾ മനസ്സുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി എല്ലാവരും അവിടുന്ന് ഈ കണ്ണു തുറന്നാലും നിങ്ങളും മദീന വിട്ടു നിങ്ങളുടെ ചിന്ത പോകരുത്. നബി തങ്ങളുടെ ഉമ്മയെ പറ്റി പറയാൻ പോകുന്നുണ്ട്, നബി തങ്ങളുടെ ബാപ്പയെ പറ്റി പറയാൻ പോകുന്നുണ്ട്. ഇഷ്കു നിറഞ്ഞ ഈ മജ്ലിസിൽ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഇനി കുറച്ചു നേരം നമ്മളുള്ളത് മദീനയിലാണ്. അല്ലാഹുവേ, ഈ സാധുക്കളായ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബ് നമ്മുടെ ഖൽബിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാനാ. ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ, ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. എല്ലാവരും കണ്ണു തുറക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മൾ മദീനയിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ മദീനയിൽ എത്തിയിട്ടില്ലേ? മനസ്സുകൊണ്ട് മദീനയിൽ എത്തിയവരൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്. ബാക്കിലുള്ള ആൾക്കാരൊന്നും മദീന എത്തിയിട്ടില്ലേ? താഴ്ത്തിയിടി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്. ഇനി നമ്മൾ ഹബീബിനെ പറ്റിയാ പറയാം. നമ്മുടെ കണ്ണു നിറയണം. ഈ മജ്ലിസ് ഇഷ്കിന്റെ മജ്ലിസാണ്. നമ്മുടെ ഖൽബ് പൊട്ടിയിട്ടായിരിക്കണം ഈ മജ്ലിസിൽ നിന്ന് നമ്മൾ പിരിയാനുള്ളത്. ഹബീബിന്റെ പൊരുത്തം കിട്ടുന്ന ഉത്തമരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ മദീനത്താ ഉള്ളത് മനസ്സുകൊണ്ട്. അതുകൊണ്ട് ആമീനൊക്കെ ഒരു പവർ ഉണ്ടാകും. അള്ളാഹു നമ്മളെ സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പൊരുത്തപ്പെട്ടു തരട്ടെ. അപ്പൊ മദീനത്തിന്റെ മുത്തിനോട് സ്നേഹം കൊടുക്കുക, ആ ഹബീബിനോട് ഇഷ്ടം കൊടുക്കുക. ആ ഹബീബിനോട് ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുമ്പോഴാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും വിജയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. മദീനത്തിന്റെ മുത്ത് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണം അത് ഹബീബാണ്. അതുകൊണ്ട് ഉറക്കെ ചൊല്ലിക്കോ, नूर वाला आया है, नूर वाला आया है, नूर लेकर आया है, सारे आलम मेरे देखो कैसा नूर छाया है. अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह, अस्सलातु वस्सलामु अलैका या रसूल अल्लाह, अस्सलातु वस्सलामु अलैका या हबीब अल्लाह. नूर वाला आया है, नूर लेकर आया है, सारे आलम मेरे देखो कैसा नूर छाया है. ലോകത്തിന്റെ മണിമുത്ത് നമ്മുടെ ഖൽബിന്റെ നേതാവ് ലോകത്ത് പിറവിയെടുക്കുകയാണ്. ലോകത്ത് പിറവിയെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് ലോകത്തോട് പിറവിയെടുക്കാൻ പോവുകയാണ്. ആരുടെ മകനാണ്? പ്രിയപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമകനാണ്. ലോകത്തിന്റെ തിരുദൂതര് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് കൊതിച്ചു പോകുന്ന സൗന്ദര്യമാണ്. ആര് കണ്ടാലും എല്ലാ പെൺകുട്ടികളും ആ ത്വായിഫിന്റെ മണ്ണിലൂടെ ഇറങ്ങി നടക്കുമ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് അവര് പറയും, അബ്ദുല്ലാഹ്, എന്ത് രസാണ് നിങ്ങളെ കാണാൻ, എന്ത് രസമാ നിങ്ങളെ കാണാൻ. മാ ഹസന ഐനൈക യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ്, നിങ്ങളുടെ കണ്ണ് എന്ത് രസമാണ്, നിങ്ങളുടെ ചുണ്ടെന്ത് രസമാണ്. അവിടെ ഉള്ള ത്വായിഫിലുള്ള പെൺകുട്ടികൾ
പെൺകുട്ടികള് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയാ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് വലിയ ലജ്ജയാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തലകുനിച്ചു ത്വായിഫിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ പെൺകുട്ടികൾ വിട്ടില്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നടക്കുന്ന വഴിയോരത്ത് പെൺകുട്ടികൾ വന്ന് കാത്തു നിൽക്കും, വിളിക്കുന്നു, അബ്ദുല്ലാഹ് ഒന്നെന്നെ കല്യാണം കഴിച്ചൂടെ? എന്റെ ബാപ്പക്ക് ഒരുപാട് സമ്പത്തുണ്ട്, എന്റെ ഉമ്മക്ക് ഒരുപാട് സമ്പത്തുണ്ട്, നിങ്ങളൊരു പാവപ്പെട്ടവനാണെങ്കിൽ പോലും എന്റെ സമ്പത്തുകൾ മുഴുവൻ എന്റെ ബാപ്പ നിങ്ങൾക്ക് തരുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വലിയ ലജ്ജയുള്ളയാളാ. പെൺകുട്ടികൾ ഇങ്ങനെ പറയുമ്പോ തല ഇങ്ങനെ കുനിച്ചു പിടിക്കും, എന്നിട്ടും എല്ലാം അങ്ങ് നടക്കുകയാണില്ല. വല്ലാഹ് എനിക്കതിന് കഴിയില്ലല്ലോ. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം വരികയാണ്, ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ. അന്ന് ത്വായിഫിൽ ഒരുപാട് കാണാൻ നല്ല സൗന്ദര്യമുള്ള, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന തരുണീമണികളായ പെൺകുട്ടികള് ത്വായിഫിന്റെ മണ്ണിലുണ്ടെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനം അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാനാണ്. അങ്ങനെ റബ്ബിന്റെ തീരുമാനം കടന്നു വന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ അതാ ഒരു വേള അബ്ദുള്ള തങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോ ത്വായിഫിന്റെ മണ്ണിലൂടെ നടക്കുന്നുണ്ട്. പക്ഷേ എന്റെ പെങ്ങളെ, ഒരു പെൺകുട്ടി പോലും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നില്ല. എല്ലാവരും ചിന്തിച്ചു, എന്തു പറ്റി? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ ഒരാളും നോക്കുന്നില്ലല്ലോ. കാരണം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യം മുഴുവനും അവിടെ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലേക്ക് അങ്ങ് കടന്നു പോയിരിക്കുകയാണ്. മുഴുവൻ സൗന്ദര്യവും കടന്നു പോയിരിക്കുകയാണ്. ആരാണ് ആമിന ബീവി? ആമിന ബീവി തൻ ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. ആമിന ബീവി തൻ ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, ഖല്ലാഖുടയോന്റെ ഹബീബല്ലോ, മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ നബി സ്വല്ലല്ലാഹ്. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ നബി സ്വല്ലല്ലാഹ്. ഇരുളിൽ തേളി നീട്ടി വന്നു റസൂലുള്ളാഹ്, ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി കലിമുള്ളാഹ്. കലിമ ഷഹാദത്തിൽ ഒളിവായി ഹബീബുള്ളാഹ്. കാലം കടന്നൊരു മുത്തല്ലോ, കാലത്തിന്റെ തിരുസത്തല്ലോ, ഹാഷിമിലായി ഉദിത്ത നൂറുല്ലാഹ് മുത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹ്. ആമിന ബീവിയുടെ ഉദരത്തിലേക്ക് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യം മുഴുവനും ഒലിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒരു പെൺകുട്ടി പോലും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുന്നില്ല. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിലേക്ക് എല്ലാ സൗന്ദര്യവും ഒലിച്ചു വന്നിട്ടുണ്ട്. അബ്ദുള്ള തങ്ങളുടെ സൗന്ദര്യം കുറഞ്ഞു. ആരാണ്? ലോകത്തിന്റെ തിരുദൂതരുടെ പ്രിയപ്പെട്ട പിതാവേ, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ ഉപ്പയെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഭയങ്കര സൗന്ദര്യമുള്ള മനുഷ്യനാ. ആര് കണ്ടാലും കൊതിച്ചു പോകും. എല്ലാ പെൺകുട്ടികളും പറയാ, ചങ്ങായി ഒന്ന് നിൽക്കോ, എന്നെ ഒന്ന് കല്യാണം കഴിച്ചൂടെ? കാരണം വല്ലാത്ത കണ്ണിന് വല്ലാത്ത സൗന്ദര്യം, അവിടുത്തെ ചുണ്ടിന് വല്ലാത്ത സൗന്ദര്യം, അവിടുത്തെ വർത്തമാനത്തിന് വല്ലാത്ത സൗന്ദര്യം. എങ്ങനെ വരാതിരിക്കും? കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയാകാൻ അബ്ദുള്ള തങ്ങളെ അല്ലാഹു തീരുമാനിക്കുമ്പോൾ അത്രയും പോരിശ വേണ്ടേ ആ ഒരു വ്യക്തിക്ക്? ഇല്ലേ? എല്ലാ സൗന്ദര്യവും കടന്നു വന്നു. അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മ ബീവി ആമിന ഉറക്കുന്നു റളിയല്ലാഹു അൻഹ.
നമ്മൾ പറയുന്നത് മനസ്സുകൊണ്ട് മദീനത്ത നമ്മൾ ഉള്ളത്. ആ പച്ചക്കുമ്പ് അങ്ങനെ കണ്ടിട്ട് പറയാം, ഹബീബിന്റെ ഉമ്മ ബീബി ആമിന. ഒന്നും കൂടെ ഉറക്ക വാപ്പമാരെ, എന്റെ എല്ലാ യുവാക്കളും ഉറക്കെ പറയും, ബീബി ആമിന റളിയല്ലാഹു അൻഹ, ആമിന ബീബിയുടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കണ്ണു നിറയും. ഈ സദസ്സിൽ നിങ്ങളുടെ കണ്ണു നിറഞ്ഞിട്ട് പോകാവൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇഷ്ക് കൊണ്ട് എന്ത് സന്തോഷം കിട്ടാം, എന്ത് സന്തോഷം കിട്ടാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സ് കൊടുക്കണം അല്ലാഹുവിന്റെ ഹബീബിലേക്ക്. ഉറക്കുന്നു പറയും നബിയുനാ റസൂലുള്ളാഹി, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണം അറിയാം തങ്ങളെ, കൈപിടിക്കണം ഞങ്ങളെ. ഉപ്പമാരും ചെറുപ്പക്കാരും മദീനയുടെ ചാര നിൽക്കുന്നുവെന്ന് ചിന്തിച്ചിട്ട് ഒന്നുറക്കെ ഒന്ന് ചൊല്ല്, ഈ സദസ്സ് മദീനയിൽ നമ്മളെ എത്തിക്കണം. അസ്സലാത്തു അലൈക യാ അസ്സലാത്തു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പിറവിയെടുക്കാൻ പോവുകയാണ്. ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. സാധാരണ ഗർഭിണികളായ ഒരു പെണ്ണിന് ഉണ്ടാകേണ്ടുന്ന ഒന്നും അവിടെ ആമിന ബീവിക്ക് സംഭവിക്കുന്നില്ലല്ലോ. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സന്തോഷത്തോടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിന്റെ തിരുദൂതർക്ക് അവിടുന്ന് ജന്മം കൊടുക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന് പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ അവിടുന്ന് കഴിയുന്നില്ലല്ലോ. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്തോഷത്തിലൊന്ന് കൂടാൻ അവിടുന്ന് കഴിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ട പൊന്നുമകനെ വന്ന് വാരിയെടുക്കാൻ അവിടുന്ന് കഴിയുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കറിയാം, തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ പടച്ചോനെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു പെണ്ണ് പറയും, അല്ലാഹുവേ ഈ കുഞ്ഞിനെ വന്ന് വാരിയെടുത്ത് കവിൽ തടത്തിൽ മുത്തം കൊടുക്കാൻ അവന്റെ ഉപ്പയില്ലല്ലോ റബ്ബേ. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സങ്ങ് പൊട്ടി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവർ ഇവിടെ ഇല്ലല്ലോ. എന്റെ പൊന്നുമോനെ, എന്റെ ലോകത്തിന്റെ മണിമുത്തിനെ ഒന്ന് കൊഞ്ചിക്കാനും ഒന്ന് കളിപ്പിക്കാനും ഒന്ന് ചിരിപ്പിക്കാനും അവിടെ നില്ലല്ലോ റബ്ബേ. എന്റെ കരളിന്റെ കഷണമായ കുഞ്ഞുമോനെ ഒരു മുത്തം കൊടുക്കാൻ പോലും ആ ഉപ്പ ഇല്ലല്ലോ റബ്ബേ. സങ്കടമാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക്. കുഞ്ഞുമകനെ ഇങ്ങനെ അല്ലാഹുവേ അവിടുന്ന് ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട പുന്നാര മകനെ വന്ന് കൊണ്ടുവരികയാണ് ആമിന ബീവി. പട്ടിണിയും പരിവട്ടവുമാണ്, പട്ടിണിയും പരിവട്ടവുമാണ്. ഒന്നും കഴിക്കാൻ പോലുമില്ല ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക്. കുഞ്ഞിന് അമ്മിഞ്ഞ പാല് കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ. പക്ഷേ ഒന്നും കഴിക്കാൻ തന്നെ അവിടെ ഇല്ലാഞ്ഞ് അമ്മിഞ്ഞ പാല് പോലും കൊടുക്കാൻ അവിടെ നിന്ന് കഴിയാതെ ആമിന ബീവിയുടെ മനസ്സ് പൊട്ടുകയാണ്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് വിശന്നിരുന്ന് ദാഹിച്ചിരുന്ന് ഭക്ഷണം പോലും ഒന്നും കഴിക്കാനില്ലാതെ കുഞ്ഞുമകനിക്ക് ഒരിറ്റു പാല് പോലും കൊടുക്കാൻ അവിടെ നിന്ന് സങ്കടപ്പെട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞുമോനെ ഈന്തപ്പന മണൽ കൊണ്ടുണ്ടാക്കിയ കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയ വീട്, നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ വീട് നിങ്ങളൊന്ന് മദീനത്തേക്കൊന്ന് മനസ്സ് കൊടുക്ക്. ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കിയ വീട്ടില് ഈന്തപ്പനയുടെ മണല് കൊണ്ടുവന്ന് ആമിന ബീവി ഇങ്ങനെ മേൽക്കൂരയാക്കി വെച്ച വീട്. ആ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സ്വലാത്ത് മതിയാകുന്നില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് തൊട്ടിലിടുകയാണ്. രാരീരോ 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 കുഞ്ഞിക്കണ്ണും പോ
പൂട്ടി പൊന്നും കിനാവുമായി കണ്ടുറങ്ങൂ അൽ അമീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനേ. രാരീരോ രാരീരോ രാരീരോ. ആ ചെറിയ വീട്ടില് ആമിന ബീവി റളിയല്ലാഹു അൻഹ മണ്ണ് കൊണ്ട് കുഴച്ചുണ്ടാക്കിയ വീട്. ആ വീട്ടിൽ ഈന്തപ്പന മടല് കൊണ്ട് ഇങ്ങനെ വിരിച്ച് അതിലൊരു കൊച്ചു തൊട്ടില് കെട്ടി. എന്റെ ഉമ്മമാർക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരൊക്കെ മക്കള് കരയുമ്പോ ഓടിപ്പോയി. അശ്ഹേറേ കണ്ണേ കരയല്ലേ മോനെ, ആറ്റക്കനിയായ മോനല്ലേ, അല്ലാഹു തന്ന കനിയല്ലേ കനി, പൂമോനുറങ്ങിക്കോ രാരോ. കൊച്ചുമക്കള് കരയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഉമ്മമാര് ഓടിപ്പോകും. ഏത് ജോലി ഉണ്ടെങ്കിലും ഓടിപ്പോയിട്ട് മക്കളെ വാരിയെടുത്ത് കയ്യിൽ പിടിച്ച് ആ കുഞ്ഞിളം കവിൾത്തടത്തിൽ മുത്തം കൊടുക്കും. ഒന്ന് ചിന്തിച്ചു നോക്കണം ഉമ്മ, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരൊക്കെ നിങ്ങളുടെ മക്കള് കരയുമ്പോ ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഓടിപ്പോയിട്ട് മക്കളെ എടുക്കും. ആ കുഞ്ഞു മക്കളെ വാരിയെടുത്തിട്ട് ഭർത്താവ് തോളത്തിടും. എടുത്തിട്ട് പറയും, പെണ്ണെ, അല്ലെങ്കിൽ ഭാര്യ വിളിക്കും, പ്രിയപ്പെട്ടവളെ മോള് കരയുന്നുണ്ട്, ഒന്നെടുക്കണം. ആമിന ബീവി തനിച്ച്, ഒരാളില്ല. കുഞ്ഞ് കരഞ്ഞാൽ ഓടി വരണം. ആരാണ് കുഞ്ഞ്? ഉറക്കെ പറ, ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. പോരാ നിങ്ങളുടെ സ്വലാത്ത് പോരാ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുമ്പോ തൊട്ടിൽ ഇങ്ങനെ ഇടാണ്. തൊട്ടിലിട്ടിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഓടി വരും. പൊന്നുമോൻ കരയാണ്. ഓടി വന്നിട്ട് ഇങ്ങനെ താരാട്ട് പാട്ട് പറയാ. കുഞ്ഞിക്കണ്ണും പൂട്ടി പൊന്നും കിനാവുമായി കണ്ടുറങ്ങൂ അൽ അമീനേ. കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടുറങ്ങൂ അൽ അമീനേ. തൊട്ടിലിന്റെ കയറിൽ ഇങ്ങനെ പിടിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാ രംഗം. ഹബീബ് ഇങ്ങനെ തൊട്ടിൽ കിടക്കാൻ. അനാഥത്വത്തിലേക്ക് വന്ന റസൂലുള്ളാഹി തങ്ങൾ, ഒരാളില്ല, ഉപ്പയില്ല, വാരിയെടുക്കാൻ ഉപ്പയില്ല. ഹബീബിന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുക്കാൻ ഉപ്പയില്ലല്ലോ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ട ഉപ്പയില്ലാത്ത സങ്കടം അറിയിക്കാതെ ഇങ്ങനെ കണ്ണീരൊഴുക്കാണ്. റബ്ബേ, എന്റെ കുഞ്ഞിനെ വന്ന് വാരിയെടുക്കാൻ എന്റെ അബ്ദുള്ള ഇല്ലല്ലോ, എന്റെ അബ്ദുള്ള ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്കാരംഗം. അനാഥത്വത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കടന്നു വരികയാണ്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹാ നീറുന്ന മനസ്സോടെ കുഞ്ഞുമോനെ താരാട്ട് പാട്ടുപാടി ഉറക്കുന്നുണ്ട്. കരയല്ലേ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവന്റെ ജീവനായ ഉമ്മ ബീവി ആമിന റളിയല്ലാഹു തആല അൻഹ കുഞ്ഞുമകനെ ഉറക്കുമ്പോൾ അവിടുന്ന് മനസ്സ് പൊട്ടി ഒലിക്കുന്നുണ്ട്. പെങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കാരംഗം, ഒന്ന് ചിന്തിച്ചു നോക്ക്. തന്തം ഭർത്താവ് പോലുമില്ലല്ലോ, കുഞ്ഞുമകനെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരികയാണ്. ഏതായാലും അവിടെ നിന്നിങ്ങനെ നടന്നു പോവുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെയാണ്. ഹബീബിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പട്ടിണിയായി അവിടെ നിന്ന് വിശപ്പ് സഹിക്കുകയാണ്. ഒന്നും കഴിക്കാനില്ല. അവസാന ആമിന ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം കുഞ്ഞിനെ അവിടെ നിന്ന് മറ്റുള്ളവരിലേക്ക് നോക്കാൻ കൊടുക്കുകയാണ്. ഈ ഇരിക്കുന്ന എന്റെ ഉമ്മമാരോട് ചോദിക്കാം, നിങ്ങളുടെ ഏതെങ്കിലും 2 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ കൊടുക്കൂ? സഹിക്കൂല. നമുക്ക് കുഞ്ഞിനെ വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റൂല. അള്ളാന്റെ പ്രവാചകർ ഉറക്കെ പറഞ്ഞ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു പോവുകയാണ്. ആരിലേക്ക്? അല്ലാഹുവേ, ബീബി ഹലീമത്തു സഅദിയ മുത്തു ഹബീബേ മുലപ്പാലം നോട്ടി വളർത്തിയ പൊൻഹലീമ പോറ്റിയ പൊൻഹലീമ മുന്തിരി പൂവിനെ പൊന്നാരി
ഫാത്തിമ ഹദിമണി ഹലീമ മഹിളാ മണി ഹലീമ ആമിന ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞു പൈതലിനെ വാരിയെടുക്കുകയാണ്, നെഞ്ചത്തു ചേർത്തു പിടിച്ചു. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, നിന്റെ വാപ്പയില്ലല്ലോ, നീ യതീമാണ് മോനെ. ഉമ്മാക്ക് ഒന്നിനും കഴിയുന്നില്ല, നിന്റെ ഉമ്മാമിനെ പട്ടിണിയാണ് മോനെ, നിന്റെ ഉമ്മ സങ്കടത്തിലാണ്. അതുകൊണ്ട് നിന്നെ അതാ വേറെ ആളുകളുടെ കയ്യിലേക്ക് ഉമ്മ നോക്കാൻ ഏൽപ്പിക്കുകയാണ്. സ്വന്തം കുഞ്ഞായ ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളെ അവിടുന്ന് ഹലീമ ബീവിയിലേക്കാണ്. ചരിത്രങ്ങൾ സുദീർഘമാണ്, ഞാൻ ഇഷ്കു മാത്രം പറഞ്ഞു പോവുകയാണ്, അതിലേക്ക് പോകുന്നില്ല. സ്വന്തം കുഞ്ഞിനെ അവിടുന്ന് ഹലീമ ബീവിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആമിന ബീവിയുടെ കണ്ണു നിറഞ്ഞു. കുഞ്ഞുമോന്റെ കവിളിൽ മുത്തം കൊടുത്തു, കുഞ്ഞുമോനെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക്. അല്ലാഹുവേ, കുഞ്ഞുമോനെ ഇവിടുന്ന് വിട്ടുപോവുകയാണോ? ഒരു ഉമ്മയുടെ സങ്കടമൊന്ന് ഓർത്തു നോക്കന്റെ സഹോദരങ്ങളെ. ഉമ്മ കുഞ്ഞുമോനെ ഹലീമ ബീവിയുടെ കയ്യിലേക്കൊന്ന് കൊടുക്കുമ്പോൾ അല്ലാഹുവേ, ആ കുഞ്ഞുമോന്റെ കുഞ്ഞിളം ചുണ്ടത്ത്, കുഞ്ഞുമോന്റെ കുഞ്ഞിളം കവിളത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് മുത്തം കൊടുക്കുകയാണ്. പെറ്റിടാതുമ്മ ഒന്നായി മടിപ്പറ്റി കിടക്കുകയായി, പരിമള മുത്തിനെ കണ്ടെത്തി താരാട്ടാൻ പെരിയോൻ കനിഞ്ഞുള്ള പൊൻഹലീമ, പരിശുദ്ധ സൗഭാഗ്യവതി ഹലീമ. താരാട്ട് പാടി വളർത്തി മലർ ത്വാഹായലാളിച്ചു മുത്തി, താഴത്തും തണലിലും വെക്കാതെ സ്നേഹത്താൽ കൊണ്ടു നടന്ന ഹലീമ, സ്വർഗ പൂങ്കൊള്ളും പൊൻഹലീമ. ജനിച്ചു വീണത് അനാഥത്വത്തിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ തൊട്ടടുത്ത് ഞാനും അവിടെ നമ്മുടെ പിന്നെ കർണാടക ജില്ലയിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വാഴതിന് പോയി. അവിടെ മൂന്ന് പെൺമക്കള് അവരെന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇവരുടെ ബാപ്പ ഇപ്പൊ അടുത്ത് മരിച്ചതേ ഉള്ളൂ. കൊച്ചു മക്കള്, 6, 7, 8 വയസ്സ് പ്രായമുള്ള 3 പെൺമക്കൾ, സുന്ദരികളായ കൊച്ചുമക്കള്. ഉസ്താദേ, ഇവരുടെ ബാപ്പ മരിച്ചുപോയി. അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. കാരണം എനിക്കുണ്ട് 10 വയസ്സുള്ളൊരു മകനും 3 വയസ്സുള്ള 3.5 വയസ്സുള്ളൊരു മകളും എനിക്കുണ്ട്. നമ്മുടെ മക്കളെ ഓർത്തു പോകുമല്ല. ഞാനെങ്കാണങ്ങ് മരിച്ചാല് എന്റെ മക്കൾക്ക് ആരാണ്? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, നിങ്ങളുടെ മക്കൾക്കാരാ? ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരോട് നേരം വെളുത്ത് ജോലിക്ക് പോകും, മക്കൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി. വൈകുന്നേരം മയ്യത്താണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് വാപ്പാന്ന് വിളിച്ചു കരയും. ആ രംഗം നമുക്ക് സഹിക്കാൻ പറ്റും. 3 വയസ്സുള്ള മക്കൾ, ആ മക്കളെ കണ്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. ഒന്ന് ചിന്തിച്ചു നോക്ക്, ആ മക്കൾ വാപ്പയെ കണ്ടിട്ടെങ്കിലുമുണ്ട്. വാപ്പയെ കാണാത്തൊരു നേതാവ്, ലോകത്തിന്റെ തിരുദൂതർ ഉറക്കെ ചൊല്ലു നബിയുനാ റസൂലുള്ളാഹി. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയ് സ്വലാത്ത് മുഴങ്ങട്ടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ ഹബീബ്? ഉപ്പയില്ല, അടുത്തൊരാളിലേക്ക് ഏൽപ്പിക്കാണ് കുഞ്ഞിനെ നോക്കാൻ. ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊണ്ടുപോകുന്നു ഹലീമ ബീവി. താരാട്ട് പാടി വളർത്തി മലർ ത്വാഹായലാളിച്ചു മുത്തി, താഴത്തും തണലിലും വെക്കാതെ സ്നേഹത്താൽ കൊണ്ടു നടന്ന ഹലീമ, സ്വർഗ പൂങ്കൊള്ളും പൊൻഹലീമ.
ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ മുത്തിനെ ചേർത്ത് പിടിച്ചു. സ്വന്തം കുട്ടിയെ പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് വളർത്തി. അനാഥത്വത്തിലായി നമ്മളവിടെ ഒരുമിച്ച് കൂടിയത് ആ ഒരു ലോകത്തിന്റെ മുത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മദീനത്തിന്റെ മണിമുത്ത് അനാഥ മക്കളെ ചേർത്ത് പിടിക്കാൻ പറയുമ്പോ അവരുടെ തലയിൽ ഇവിടെ നിന്ന് കൈവച്ചുകൊണ്ട് ഒരാൾ തടകിപ്പോയാൽ ആ പൊന്നുമകന്റെ അനാഥ കുട്ടിയുടെ തലയിൽ എത്ര തലമുടികളുണ്ടോ ആ തലമുടികളുടെ ഇടകളിലൂടെ മനുഷ്യന്റെ കൈ സ്പർശിക്കുമ്പോ അത്രയും പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരുമെന്ന് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ചുവെങ്കിൽ ഇല്ലേ? പൊന്നാര ഉമ്മമാരോട് പറയാ, എന്റെ ഉപ്പമാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മുടെ മക്കളെ പെട്ടെന്ന് അനാഥ മക്കളാക്കാതിരിക്കട്ടെ. മനസ്സിൽ തട്ടുന്ന ആമീൻ പറ. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു പെട്ടെന്ന് അനാഥ മക്കളാക്കാതിരിക്കട്ടെ. ഉറക്കുന്ന ആമീൻ പറയും. അള്ളാഹു തആല നമ്മുടെ പൊന്നുമക്കളെ അള്ളാഹു പെട്ടെന്ന് അനാഥ മക്കളാക്കാതെ അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം അല്ലേ? എത്ര മക്കളാ യതീം മക്കള് ഇല്ലേ? യതീംഖാനയില് കുരുന്നു മക്കൾ പാത്രവും പിടിച്ചിട്ട് ഉമ്മയില്ലാത്ത മക്കൾ അല്ലേ? 8 വയസ്സും 9 വയസ്സുമുള്ള മക്കൾ പാത്രവും പിടിച്ച് നിൽക്കാൻ വരിയില്. എന്തിന്? ഭക്ഷണത്തിന് വേണ്ടി. അവിടെ അങ്ങനല്ലേ പറ്റുള്ളൂ, ഭക്ഷണത്തിന് വേണ്ടി നിൽക്കാൻ. യതീമെന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പു സഹിച്ച് കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച്. എത്രയോ മക്കളുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരുടെ ബാപ്പയെ അവരുടെ ഉമ്മയെ പെട്ടെന്ന് അവരുടെ മുമ്പിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് വളർന്നു വന്ന വഴികൾ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ, ഉസ്താദുമാർ, നമ്മളൊക്കെ ഇപ്പോഴും ഓർത്തുപോകും നമ്മുടെ ഉപ്പയെ, നമ്മുടെ ബാപ്പയെ, നമ്മുടെ ഉമ്മയെ. അവരില്ലാത്ത വീടെന്തു വീടാണ്? അവരില്ലാത്ത, നിങ്ങൾക്കറിയുമല്ലോ, ബാപ്പയുള്ള മക്കളെ പെരുന്നാളിന്റെ ദിവസത്തിൽ കൊണ്ടുപോകുമ്പോ നല്ല ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്ത് ഈ ബാപ്പ പൊന്നുമക്കളുടെ കവിൾത്തടത്തിൽ മുത്തം കൊടുത്ത് കൊണ്ടുപോകുമ്പോ നമ്മൾ ചെന്നിരിക്കുന്ന പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ ബാപ്പയില്ലാത്ത അനാഥ കുട്ടി കഴിഞ്ഞ കൊല്ലം ധരിച്ച വസ്ത്രം അലക്കി തേച്ചിട്ട് കൊണ്ടൊരു പള്ളിയുടെ മൂലയിൽ ഇരുന്ന്, അല്ലാഹുവേ എന്റെ ബാപ്പയില്ലല്ലോ, എന്റെ ബാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ പ്രിയപ്പെട്ട കുരുന്ന മക്കളുണ്ടാകും. നമ്മുടെ മക്കളെ മദ്രസയിൽ വിട്ടല്ലോ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചല്ലോ, ഉന്നതമായ വിദ്യാഭ്യാസങ്ങൾ കൊടുത്തു. MBBS-ഉം ബിടെക്കും ബികോമും LLB എല്ലാം നമ്മൾ മക്കളെ പഠിപ്പിച്ചു. ഇവിടെ ഉസ്താദ്, അല്ലാഹുവേ ബഹുമാനപ്പെട്ട ഹംസത്ത് ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ വിദ്യാഭ്യാസവും നമ്മളെ മക്കളെ പഠിപ്പിച്ചു. ഉപ്പ ഇല്ലാത്ത സങ്കടത്തിൽ ഉമ്മക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അവിടെ നിന്ന് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പിന്നീട് അവിടെ നിന്ന് ഏൽപ്പിക്കുകയാണ്. ആരെ? ഒന്ന് ചൊല്ലു, ലോകത്തിന്റെ തിരുദൂതരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുമകനെ അങ്ങ് തിരിച്ചേൽപ്പിക്കുമ്പോ, യാ അല്ലാഹ്, പ്രവാസ ലോകത്തുള്ള ബാപ്പമാര് 1 കൊല്ലവും 2 കൊല്ലവും കഴിഞ്ഞ് വരുമ്പോ മക്കൾ ഓടി ബാപ്പാന്ന് പറഞ്ഞു മുമ്പിൽ വരുന്ന രംഗമുണ്ടല്ലോ, കണ്ണു നിറയൂലേ? ആമിന ബീവി റളിയല്ലാഹു അൻഹ കുഞ്ഞുമകനെ ചേർത്ത് പിടിച്ചു കവിൾത്തടത്തിൽ മുത്തം കൊടുത്തു. അവിടെ നിന്ന് ഏതായാലും ആമിന ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് തീരുമാനിക്കുകയാണ്, പൊന്നാര മകൻ അവിടുന്ന് കുഞ്ഞാണല്ലോ, ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ഓമന മുഹമ്മദീനെ ഓത്തിനായ ചില്ല, ഓമനിപ്പാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരൂത്ത്, ആറ്റലായ മോനയോർത്ത് വേദന പേരൂത്ത്. ഇങ്ങനെ കാലം കഴിഞ്ഞു, കാലമോരോ നാളിൽ ആമിനാബിയും മകനെ വിട്ടുപോയി മണ്ണിൽ. ഇങ്ങനെ കാലം കഴിഞ്ഞു.
കാലമോരോ നാളിൽ ആമിനാബിയും മകനെ വിട്ടുപോയി മണ്ണിൽ. ഉപ്പയെ കൊണ്ട് കാണിക്കാൻ വരികയാണ്. അല്ലാഹുവേ, ആമിന ബീവി റളിയല്ലാഹു അൻഹ നടന്നു വരുന്നുണ്ട് മകനുമായി. കൂടെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉള്ള സഹോദരിയുമുണ്ട്. ഇങ്ങനെ നടന്ന് വരികയാണ്. ഭക്ഷണമില്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാര് എവിടെ പോയാലും എത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിലാണെങ്കിലും അവരുടെ മക്കളുടെ വയറ് വിശന്നാൽ അവര് ഓടിപ്പോയിട്ട് എവിടെന്നെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആമിന ബീവിക്ക് എവിടെന്ന് കൊടുക്കാനാ? ഒന്നുമില്ലല്ലോ. പട്ടിണിയും പരിവട്ടവുമായിട്ട് നടക്കുകയാണ്. വിഷം നെട്ടിയ വയറുമായി കുഞ്ഞുമകനാരാ? ലോകത്തിന്റെ തിരുദൂതർ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇങ്ങനെ നടക്കുന്നുണ്ട്. നടന്ന് വരികയാണ്. പെട്ടെന്നാണ് ഉമ്മക്ക് രോഗമാകുന്നത്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കണം എന്റെ ചെറുപ്പക്കാരെ, എന്റെ പെങ്ങളെ, വാപ്പമാരെ. ഉമ്മക്ക് രോഗമായി റസൂലുള്ളാഹിന്റെ ഉമ്മ ബീവി ആമിന ഒരിറ്റുപോലും നടക്കാൻ കഴിയുന്നില്ലല്ലോ. അല്പം പോലും സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഓർത്തു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കുഞ്ഞുമോൻ മുഹമ്മദ് തനിച്ചാകുമല്ലോ. ബാപ്പ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. ബാപ്പയുടെ സ്നേഹമോ കിട്ടിയിട്ടില്ല. ആകപ്പാടുള്ള സ്നേഹം അത് ഉമ്മയുടെ സ്നേഹമായിരുന്നല്ലോ. ആ പ്രിയപ്പെട്ട ഉമ്മക്ക് രോഗം മോചിക്കുകയാണ്. ആമിന ബീവിയുടെ ഖൽബ് പൊട്ടി. അല്ലാഹുവേ, ഇനി എന്റെ കുഞ്ഞുമോനെ ഞാൻ ഇനി ആരെ ഏൽപ്പിക്കും? അല്ലാഹ്, എന്റെ പൊന്നുമകനെ ഇനി ആരെ ഏൽപ്പിക്കും? അങ്ങനെ കാലം കഴിഞ്ഞു. കാലമോരോ നാളിൽ ആമിന ബീവിയും മകനെ വിട്ടുപോയി മണ്ണിൽ. അങ്ങനെ കാലമങ്ങ് കഴിഞ്ഞുപോയി. ആമിന ബീവി ലോകത്തോട് വിട പറഞ്ഞു. ഇനി ആരാ ഹബീബിന്? ചിന്തിച്ചു നോക്കന്റെ ചെറുപ്പക്കാരെ. ബാപ്പയുമില്ല, ഉമ്മയുമില്ലല്ലോ. രണ്ടുപേരും വിട പറഞ്ഞു. മൊത്തത്തിൽ അനാഥത്വം. വേദന വന്നാൽ പറയാൻ ഒരാളില്ല, സങ്കടം വന്നാൽ പറയാൻ ഒരാളില്ല. മാറത്ത് ചേർത്ത് പിടിച്ച് കവിൽ തടത്തിൽ മുത്തം കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ ഉമ്മയും പോയി. ഇനി ആരാണ്? അല്ലലിൽ പൊന്മുത്തുമോനെ ആറ്റുനോറ്റ് പോറ്റി ആമിന ബീവിയും മകനെ ചുംബനമാണച്ച്. ഉപ്പയില്ലാതിരുന്ന മുത്തുനബിക്ക് വാരിക്കോരി സ്നേഹം കൊടുത്തു. ഹബീബിന്റെ കവളത്തിൽ അങ്ങനെ മുത്തം കൊടുത്തു. അങ്ങനെ കൊടുത്ത ഉമ്മയും വിട പറഞ്ഞു. ഉപ്പയുമില്ല, ഉമ്മയുമില്ല. തികച്ചും അനാഥത്വം. ആരോടെന്ത് പറയാനാണ്? ആരോടെന്ത് പറയാനാ? ഇങ്ങനെ പറഞ്ഞു പോയാൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞാൽ 10:30 നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇഷ്കു മാത്രം പറഞ്ഞ് 10:05 സമയക്കുറവാണ്. ഞാൻ ചുരുക്കി പറയുകയാണ് സഹോദരങ്ങളെ. അവസാനം ആമിന ബീവി റളിയല്ലാഹു അൻഹയും ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു. മൊത്തത്തിൽ അനാഥത്വമായി. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വരികയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മാതൃകയായി സന്തോഷമായിട്ട് കടന്നു വരുന്നുണ്ട്. ഹബീബിനെ അല്ലാഹുവിന്റെ ഹബീബ് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു. കാരുണ്യം എന്താണെന്ന് പഠിപ്പിച്ചു. അയൽവക്കം എന്താണെന്ന് പഠിപ്പിച്ചു. കുടുംബ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു. അനാഥ മക്കളെ എങ്ങനെ പോറ്റണമെന്ന് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ നുബുവത്ത് അവിടുന്ന് കൊടുത്തുപോയി. അല്ലാഹുവിന്റെ ഖുർആന് കൊടുത്തുപോയി. അൽ-അമീൻ എന്ന് വിളിച്ചവര് അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞപ്പോ ലാ ഇലാഹ അല്ലാഹുവിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ ജീവിതം വന്നപ്പോ ആളുകൾ അവിടെ നിന്ന് കദ്ദാബെന്ന് വിളിച്ചു, മജ്നൂനെന്ന് വിളിച്ചു. അല്ലാഹുവേ, ത്വായിഫിന്റെ മണ്ണിലൂടെ കടന്നു പോയി റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും നടക്കുകയാണ്. നടന്ന് പോകുമ്പോ ശത്രുക്കൾ നബി തങ്ങളെ വിട്ടിട്ടില്ലല്ലോ. ശത്രുക്കൾ നബി തങ്ങളെ വിട്ടിട്ടില്ല. ഹബീബിനെ കല്ലെറിഞ്ഞു. കൊച്ചുമക്കളെ കൊണ്ട് ആട്ടി ഓടിപ്പിച്ചു. മജ്നൂൻ എന്ന് പറഞ്ഞ്, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് നബി തങ്ങളെ കളിയാക്കി.
ഒരുപാട് ഞാൻ ചുരുക്കിയിട്ടാ പറയാ. നബി തങ്ങൾ വളർന്നു വന്ന് ഇസ്ലാമിന്റെ പ്രബോധന വീതിയിലേക്ക് പോവാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പൂർത്തിയായി എന്നുള്ള ആയത്തിറങ്ങിയപ്പോ എല്ലാവരും അവിടെ നിന്ന് സന്തോഷത്തോടെ കടന്നു വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് നബി തങ്ങളെ കൂടെ ചേർന്നു, നബി തങ്ങളെ ഇഷ്ക് വെച്ചു, നബി തങ്ങളെ ഇഷ്ടം വെച്ചു. ഇന്നിവിടെ കടന്നിരിക്കുന്ന നമ്മൾ ഇവിടെ മജ്‌ലിസിലേക്ക് വന്നല്ലോ. ഒരു കൊല്ലമാകുമ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. നബി തങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഇവിടത്തേക്ക് രണ്ടാമത്തെ പ്രാവശ്യവും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫായിസും നമ്മുടെ ഇവിടത്തെ സംഘാടകരൊക്കെ വിളിക്കുമ്പോ ഞാൻ ഇവിടെ വന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഖൽബിന്റെ ഉള്ളില് ലോകത്തിന്റെ മണിദീപത്തെ ഒന്ന് കൊണ്ടുവരണ്ടേ, നബി തങ്ങളുടെ സുന്നത്തിനെ കൊണ്ടുവരണ്ടേ, നബി തങ്ങളുടെ പാഠങ്ങളെ കൊണ്ടുവരണ്ടേ, നബി തങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരണ്ടേ, നബി തങ്ങളുടെ ഓരോ പാഠങ്ങളെ കൊണ്ടുവരണ്ടേ. അല്ലാഹുവേ, മുസ്തഫ നബി തങ്ങൾ പറഞ്ഞ വാക്കിലൂടെ കടക്കുമ്പോഴാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കാറുണ്ട്, ഇഷ്ക കൊടുക്കാറുണ്ട്, ഇഷ്ടം കൊടുക്കാറുണ്ട്. നമ്മളിൽ എത്ര ആളുകളാണ് ഈ റബീഇന്റെ സന്തോഷത്തിലൂടെ കടന്നു വരുമ്പോ ഞാൻ എന്റെ നബി തങ്ങളെ ഇഷ്ക വെക്കുന്നുവെന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളോ? ഇവിടെ നമ്മുടെ കൊച്ചുമക്കള് ദഫ് കളിച്ചല്ലോ, നമ്മുടെ കമ്മിറ്റിക്കാര് സംഘാടകര് ആ പൊന്നുമക്കൾക്ക് നോട്ടുമാല ഇട്ട് കൊടുത്തല്ലോ. അത് ഹബീബിനോടുള്ള മഹബത്താ, അത് ഹബീബിനോടുള്ള മഹബത്താണ്. ഇവിടെ ഫ്ലവർ കളിച്ച പ്രിയപ്പെട്ട കുരുന്നു മക്കള് അവർക്ക് ഇവിടെ നോട്ടുമാല കൊടുത്തല്ലോ, അത് ഹബീബിനോടുള്ള അനുരാഗമാണ്, മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്കാണ്. പക്ഷേ ഇവരൊറ്റ ദിവസം കഴിഞ്ഞതുകൊണ്ട് മുത്തുനബിയോടുള്ള ഇഷ്ക് കുറഞ്ഞു പോകരുത്, മുത്തുനബിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകരുത്. ഖൽബിന്റെ ഉള്ളിൽ മരിക്കുന്നത് വരെ എന്റെ റസൂലുള്ള ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണേ, റസൂലുള്ള ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണം. അതുകൊണ്ട് ഹബീബിനെ ഇഷ്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സ് വരുമോ? എന്തിനേറെ ഹബീബിനെ സ്നേഹിച്ചു പോയ മദീനത്തെ തടി പോലും ഈന്തപ്പന തടി പോലും റസൂലുള്ളാഹിനെ ഓർത്തുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ടു കരഞ്ഞില്ലേ? കൊച്ചുകുട്ടി കരയുന്നത് പോലെ ഈന്തപ്പന തടി പോലും കരഞ്ഞു പോയില്ലേ? ഓരോ നാളിൽ മദീനത്തെ മസ്ജിദിൽ പുറത്തു നിന്ന് ഓരോ കൊച്ചു പൈതലിൻ കരച്ചിൽ പോൽ ഇതാ കേൾക്കുന്ന. അതോ കേട്ട സഹാബത്തോടറങ്ങളും വെളിയിൽ ചെന്ന അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നോ. അറിഞ്ഞൊരു വാർത്ത ഞാൻ പരിലൊതുക്കാം, അറ്റൽ റസൂലിൽ മധുമൊരക്കാം. അറിഞ്ഞിടണം നീ കഥയിതോ ഹക്കാം, ഹക്കാനെ കരഞ്ഞൊരു ഈറ്റ മരത്തിൽ തടിയാ. അഷ്റഫുൽ ഖൽഖെന്ന് ചാരിയ മരത്തിൽ തടിയാ. തടിയിൽ ചാരി റസൂലിൽ ഖുതുബ തൽസ്ഥിതി അറിഞ്ഞ മഹൽബദി ഫത്വ തരുളത്തിൽ നബിയോടുള്ളൊരു വാക്കാ. അല്ലാഹുവിന്റെ റസൂല് ഈത്തപ്പന മരത്തിൽ നിന്ന് കൊണ്ടുവിടുന്ന സന്തോഷത്തോടെ ഖുതുബ ഓതിയിരുന്ന റസൂലല്ലാഹ് അവിടുന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ എന്റെ പൊന്നുമോൻ ഒരു നജ്ജാറാണ് നബിയേ, ഒരു മരപ്പണി തടിക്കാരനാണ് നബിയേ. അതുകൊണ്ട് ഒരു ഈത്തപ്പന കൊണ്ടല്ല, നല്ല ഒരു മിമ്പർ എന്റെ പൊന്നുമകൻ സമ്മാനമായി തരാം നബിയേ. അത് കൊണ്ടു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ മരത്തിന്റെ തടിയിൽ കയറി നിന്നിട്ട് സ്വഹാബത്തിന് ഖുതുബ ഓതുമ്പോ അതാ ഇവിടുന്ന് കരയുകയാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ തേങ്ങി തേങ്ങി എന്ന് കരയുന്നുണ്ട്. ആരാണ് പടച്ചവനെ കരയുന്നത്? സ്വഹാബത്തിന് മനസ്സിലാകുന്നില്ലല്ലോ. ആരാണ് സങ്കടപ്പെടുന്നത്, ആരാണ് ദുഃഖിക്കുന്നത്? അപ്പോഴാണ് ഇവിടുന്ന് മനസ്സിലായത് നബി തങ്ങൾ ചാരി നിന്നുകൊണ്ട് ഖുതുബ ഓതിയ, റസൂലുള്ളാഹി തങ്ങൾ ചാരി നിന്നുകൊണ്ട് ഖുതുബ ഓതിയ മരത്തടി കൊച്ചുകുട്ടിയെ പോലെ കരയുന്നുണ്ട്. ആരാ കരയുന്ന? ഷമീർ ദാരിമിയല്ല, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരല്ല. മരത്തിന്റെ തടി കരയുന്നു നബിയെ. നബി തങ്ങൾ ഇങ്ങനെ കരച്ചിൽ കണ്ടിട്ട് അവസാനം ഈന്തപ്പന മരത്തടിയുടെ അരികത്തെത്തി. എന്തിനാ കരയുന്നത്? റസൂലുള്ളാഹ് ഇന്നലെ വരെ എന്നെ ചാരി നിന്നതല്ലേ നബിയേ, ഇന്നൊരു പുതിയ മിമ്പർ കിട്ടിയപ്പോ ഈ പാവം ഈത്തപ്പന തടിയങ്ങ് മറന്നോ നബിയേ.
അല്ലാഹുവിന്റെ റസൂൽ തടകിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നാളെ സ്വർഗത്തിൽ എനിക്ക് നീ കൂട്ടായിട്ട് വരുമെന്ന് പറഞ്ഞപ്പോ സമാധാനപ്പെട്ടു പോയതാരാണ്? ഈന്തപ്പന മരത്തിന്റെ തടിയാണെങ്കിൽ നമുക്കെവിടെ മുഹബ്ബീങ്ങളെ? നമുക്കെവിടെയാണ് സ്നേഹം? നമുക്കെവിടെയാണ് ഇഷ്ക്? നമുക്കെവിടെയാണ് രാഗം? നമുക്കെവിടെയാണ് ഹബീബിനോടുള്ള മഹബ്ബത്ത്? വാക്കിലൊതുങ്ങിയാ പറ്റൂല, വേഷത്തിലൊതുങ്ങിയാ പറ്റൂല. ഖൽബ് കൊടുക്കണം. ഉറക്കെ ചൊല്ല്, ഞാൻ സമാപിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഖൽബ് കൊടുക്കണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഈത്തപ്പന മരത്തിന്റെ തടികൾ പോലും അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് നമുക്കെവിടെയാണ് നബി തങ്ങളോട് ഇഷ്ക്? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കരഞ്ഞതാർക്കാണ്? നമുക്കല്ലേ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കല്ലേ? ഇവിടെ ഇരിക്കുന്ന ഉമ്മ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുപോയി ലോകത്തിന്റെ തിരുദൂതര്. അല്ലാഹ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹബീബിന്റെ മുഹബ്ബീങ്ങളാക്കണേ അല്ലാഹ്. ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തില് നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്റെ സഹോദരാ, ചിന്തിച്ചു നോക്ക്. മരണത്തിന്റെ നേരത്ത് പോലും ഇന്നിവിടെ ഒരുമിച്ച് കൂടി നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഓർത്തില്ലേ? സ്നേഹാദ്രമാമെന്റെ ഖൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരുകിൽ എത്തി. തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റു പറഞ്ഞിന്ന നബിയിൽ തേടി. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ? ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ? ഒരു ഭൂമി പാപിതൻ വെതയങ്ങു കേട്ടില്ലേ? ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ? ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ? ത്വാഹാ നബിയേ കനവിലു വരുമോ നബിയേ? ഇല്ലേ? ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ? വഫാത്തിന്റെ നേരം എല്ലാവരും ഇരിക്കാം മുത്തുനബി തങ്ങളുടെ മുമ്പിൽ. എല്ലാ സ്വഹാബത്തൊന്നും ഇല്ല, സിദ്ദീഖ് തങ്ങളില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളില്ല, എല്ലാവരും കുറച്ച് ദൂരെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദത്തുൻ നിസാ ബീവി ആയിഷ, ഉറക്കൊന്ന് പറയും ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. 10 മിനിറ്റ് നമുക്കുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കാൻ. ഹബീബിന്റെ ആത്മാവ് ലോകത്തോട് വിട പറയാ. അരങ്ങൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഫാത്തിമ ബീവി അരികത്ത് വന്നു, ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി, യാ റസൂലല്ലാഹ് അവിടെ നിന്ന് പോവുകയാണല്ലേ. ഒരു ഉപ്പാന്റെ അരികത്ത്, അല്ലെങ്കിലും പെൺമക്കൾക്ക് പ്രത്യേകിച്ച് ഉപ്പയോടൊരു സ്നേഹമാണ്. ഉപ്പാന്റെ അരികത്ത് വന്നിട്ട്, ഉപ്പാ ഈ കുഞ്ഞുമോളെ വിട്ടു പോവാണോ? ഹസൻ ഹുസൈനെ വിട്ടു പോവാണോ? കൊച്ചുമക്കളാണ്, അവരെ കണ്ട് കൊതി തീർന്നോ നബിയെ? ഫാത്തിമ ബീവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകി. യാ റസൂലല്ലാഹ് അവിടെ നിന്ന് പോവുകയാണോ ഹബീബല്ലാഹ്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു കലങ്ങി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് 2 വാക്കുകൾ പറഞ്ഞു. പിന്നെ ഒന്ന് ആദ്യം കരഞ്ഞു, പിന്നെ ചിരിച്ചു. ആ കൂട്ടത്തിൽ പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ഒരു വാർത്ത, മോളെ ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞാൽ എന്റെ അരികത്ത് ആദ്യം വന്നു ചേർന്ന് എന്റെ മോള. ഈ ഒരു വാക്ക് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് അല്പാശ്വാസായി. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാൻ. ആ സമയത്ത് ഞാൻ ചുരുക്കി പറയാണ്, ഇതിന്റെ ഇടയിൽ ഒരുപാട് വിശദീകരിക്കാറുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ, ഉറക്കെ പറ, ഞാൻ അവസാനിപ്പിക്കാം. മലക്കുൽ മൗത്ത് അസ്റായീൽ, ഉറക്കെ പോരാ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. സമ്മതമുണ്ടെങ്കിൽ റൂഹ് പീഡിക്കാനും, സമ്മതമില്ലെങ്കിൽ കണ്ടു മടങ്ങാനും, അനുവാദം മുത്തുറസൂലും കൊടുക്കുന്നു. അസ്റായിലം നേരം റൂഹും പീഡിക്കുന്നു. ആലം ദുനിയാവും ആകെ വിറക്കുന്നു. ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിരിയുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ ആത്മാവ് പിടിച്ചു വലിക്കാണ്. ഉമ്മത്തിനെ ഓർത്താ നേരത്തെ കരഞ്ഞു. ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞുള്ള നബിയല്ലേ? ഉമ്മ
ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഉരുകുമി പാപിതൻ വെതയങ്ങു കേൾക്കില്ലേ, ഉലകിൽ ഇവൻ ചെയ്ത പാപം പൊറുക്കില്ലേ. വഫാത്തിന്റെ നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരെയും നോക്കുന്നുണ്ട്. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, മദീന മുഴുവനും നിശ്ചലമായി പോയി. കാരണം ലോകത്തിന്റെ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ ചുരുക്കി പറയുന്നു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കടന്നു വന്നു മുസ്തഫായ നബി തങ്ങളുടെ മുമ്പിൽ. എന്നിട്ട് നബിയേ, ഇതെന്ത് കിടത്താണ് റസൂലേ, സഹിക്കുന്നില്ലല്ലോ നബിയേ, വല്ലാത്ത സങ്കടമുണ്ട്. എപ്പോഴും കൂടെ ഉള്ള സിദ്ദീഖല്ലേ നബിയേ വന്നത്. യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ട സിദ്ദീഖിനെ കണ്ടില്ല നബിയേ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ, അവിടെ കിടക്കുന്ന മുത്തുനബിയുടെ മുമ്പിൽ ആരാ വരുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ പൂമുഖത്ത് തുണിയൊന്നു മാറ്റി നോക്കി. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ, ഇത് ഉമറാണ് നബിയേ, ഇത് പാവപ്പെട്ട ഉമറാ നബിയേ. ആ നെറ്റിത്തടത്ത്, റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്ത് തുരുതുരാ ചുംബനം കൊടുത്തു സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാവരും സങ്കടത്തിലാണ്. ചുരുക്കട്ടെ, അവസാനം നബി തങ്ങളുടെ പരിശുദ്ധമായ ശരീരം കൊണ്ടുവന്ന് ആ പവിത്രമായ വെള്ളക്കൊട്ടാരത്തിന്റെ ഉള്ളില് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. സ്വഹാബത്ത് മുഴുവനും സങ്കടത്തിലാണ്, എല്ലാവരും വിഷമത്തിലാണ്. ആ സമയമാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അവിടന്നതാ എല്ലാം വാരിക്കെട്ടിയിട്ട് വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇരിക്കുന്ന, സ്വഹാബത്ത് ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് പാണ്ടക്കെട്ടൊക്കെ വാരിയെടുത്തിട്ട് പറയാ, ഞാൻ ഇനി മദീനത്തില്ലല്ലോ, ഞാൻ ഇനി മദീനത്തില്ല, ഞാൻ പോവുകയാണ്. മണിമുത്ത് റസൂലിന്റെ വിയോഗത്തിൻ കഥ കേട്ട് ഒളിവറുപ്പോ ബിലാലെന്ന് തകർന്നു തേങ്ങി. പുണ്യ മദീനക്ക് വിട ചൊല്ലി നടന്നു നീങ്ങി. ചെറുപാണ്ഡം ചുമടേന്തി മിഴുനീരിൽ പുഴ നീന്തി. മദീനത്തെ മണലു പോലും അരുതെന്നോതി. വെതയാൽ അസ്ഹാബും മനം പൊട്ടി കരഞ്ഞു പോയി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എല്ലാം വാരിക്കെട്ടി സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ്, സ്വഹാബ, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ലല്ലോ, ഞാൻ പോവുകയാണ്, എനിക്കിനി മദീനത്തു നിൽക്കാൻ പറ്റില്ല. അബൂബക്കർ പറഞ്ഞു, അല്ല ബിലാലേ, നിങ്ങൾ പോയാ പിന്നെ ആരാണ് നമ്മള് അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ആ ബാങ്കിന്റെ ധ്വനിയൊന്നു പറഞ്ഞിട്ട് ഞങ്ങളെ ഉണർത്തുന്നതാരാ? നിങ്ങളൂടെ പോയാൽ പിന്നാരാണ് ബിലാലേ? സ്വഹാബത്തു തേങ്ങി തേങ്ങി കരഞ്ഞു, പോകല്ല ബിലാലേ, പോകല്ല ബിലാലേ, പോകല്ലേ. നിങ്ങൾ പോയാ മനസ്സുമല്ലാത്ത വേദനയാണ്. നിങ്ങളല്ലേ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു പോയത്, നിങ്ങളല്ലേ ബിലാലേ, അതുകൊണ്ട് നിങ്ങൾ പോകല്ലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്റെ റസൂലുള്ള ഇല്ലാത്ത മദീനത്ത് എനിക്ക് നിൽക്കാൻ പറ്റൂല. റസൂലില്ല മദീനത്ത് വസിക്കാനീ ബിലാലില്ല. അസുഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല. എൻ്റെ ഹൃദയത്തിൽ ഇതോ താങ്ങാൻ കരുത്തുമില്ല. അടിമയാം ബിലാലിന്ന് അടിതേറ്റും നിര
ഇന്ന് ഇശൽ ബാഗിൻ റസൂൽ നാദം വിളിക്കാൻ വയ്യ എൻ്റെ ഇഷ്കിൻ്റെ മുഖം കാണാതിരിക്കാൻ വയ്യ റസൂലുള്ള ഇല്ലാത്ത മദീനത്ത് റസൂലില്ലാ മദീനത്ത് വസിക്കാനീ ബിലാലില്ല സുഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല എനിക്കിവിടുന്ന് പോകാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല ഈ മദീന വിട്ടു പോകാൻ എനിക്ക് കൊതിയില്ല പക്ഷേ എന്റെ റസൂലുള്ള ഇല്ലാതെ എങ്ങനെ ബാങ്ക് വിളിക്കാനാ അതുകൊണ്ട് സുഹാബിങ്ങളെ ഒന്നും കരുതിയിടല്ല നിങ്ങളൊന്നും കരുതല്ലേ ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ തളർന്നു പോയി അബൂബക്കർ മജൂനൂനായി തിരുമർ അരുകിലായി സഹാബാക്കൾ നിനത്ത് പോയി യാത്ര മൊഴി കേട്ട് അവർ കണ്ണും നിറഞ്ഞു പോയി യാത്ര മിഴി കേട്ട് അവർ കണ്ണും നിറഞ്ഞു പോയി എല്ലാവരും ഒരു അല്പസമയം ഒന്ന് കണ്ണടച്ചു പിടിക്കുക എല്ലാവരും കണ്ണടച്ചു പിടിച്ചേ നമ്മൾ മദീനത്താണുള്ളത് ആ മദീനയിലേക്ക് തന്നെ നമുക്കൊന്ന് പോകണം അവിടെ തന്നെ പച്ചക്കുപ്പയുടെ താഴെ നിൽക്കണം എല്ലാവരും കണ്ണടച്ചു പിടിക്ക് സഹോദരങ്ങളെ ആ മദീനയിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയാണ് അല്ലാഹുവേ ഞാൻ ഇവിടില്ലല്ലോ ഞാൻ പോവുകയാണ് സഹാബ നിങ്ങളൊന്നും കരുതരുത് കാരണം എന്റെ റസൂലുള്ള ഇല്ലാതെ ഞാനെങ്ങനാ അതുകൊണ്ട് ഞാനൊന്ന് പൊക്കോട്ടെ ഈ ഒരൊറ്റ വാർത്ത കേട്ടപ്പോ തളർന്നു പോയ അബൂബക്കർ മജൂനൂനായി തിരുമർ അരുകിലായി സഹാബാക്കൾ നിനത്ത് പോയി യാത്ര മൊഴി കേട്ട് അവർ കണ്ണും നിറഞ്ഞു പോയി ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാം വാരിക്കെട്ടി തോളത്തിട്ട് മദീനത്ത് നിന്ന് യാത്ര തിരിക്കുകയാണ് സ്വഹാബത്തിന്റെ കണ്ണു നിറഞ്ഞു റബ്ബേ ഇന്നെ ആര് ബാങ്ക് വിളിക്കും കുയിൽ നാദമകന്നു പോയി ഇശൽ മാരി മുറിഞ്ഞോ പോയി ഇനിയാര് മദീനയിൽ ഉണർത്തുമെന്ന് ബാങ്കിൻ നിശലോതി മദീനയെ വിളിക്കുമെന്ന് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോടരായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പോവുകയാണ് എല്ലാം വിട്ടുപോയി മദീനത്താരുമില്ല സ്വഹാബത്ത് മുഴുവനും കണ്ണീരാട് സഹോദരങ്ങളെ നമ്മൾ മദീനയിലാണുള്ളത് ആ റസൂലുള്ളാഹിനെ ഇഷ്ക് വെച്ചോ ആ ഹബീബിനെ സ്നേഹിച്ചോ ആ ഹബീബിന്റെ ജീവിതത്തിന്റെ വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു വന്നോ നമ്മളൊക്കെ ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും എന്റെ കൂടെ മദീന കാണാൻ ആഗ്രഹമുള്ളവർ ഉറക്കപ്പറ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ മദീന കണ്ട് ആസ്വദിക്കുന്നവരാണ് സാധുക്കളായ ഞങ്ങൾ അവിടെ എത്തിക്കണേ റബ്ബേ ഹബീബിന്റെ പരിശുദ്ധമായ ആ പച്ചക്കുപ്പയുടെ ചോട്ടിൽ നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യാൻ അല്ലാഹ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ ഞങ്ങൾക്ക് സന്തോഷം തരണേ റബ്ബേ ഞങ്ങൾക്ക് ഖൈർ നൽകണേ റബ്ബേ അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി കഴിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ് ഹബീബിന്റെ ആശിഖീങ്ങളായി സഹോദരങ്ങളെ നമ്മൾ ഇവിടെ നിന്ന് പിരിയാൻ പോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ അല്ലാഹു അർഹമായ പ്രതിഫലം തരട്ടെ അല്ലാഹുവേ
ഞങ്ങൾക്ക് മദീനത്തെത്താൻ തൗഫീഖ് തരണേ അല്ലാ. എല്ലാവരും കണ്ണു തുറന്നോ, ഒരു 3 പ്രാവശ്യം ഒന്ന് ചൊല്ല്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഉറക്കെ നബിയേ കാരുണ കടലോരേ മുത്തു നബി ഷഫീഉൽ ഉമ്മ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അരിമുല്ല പൂവേ റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. കണ്ണിലും കണ്ണായ നൂറേ കരുണക്കാടലേ ഹബീബേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി